മാലിന്യം വരുന്നില്ല. മാലിന്യം വരാത്തതുകൊണ്ട് നമ്മൾ വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് പത്രത്തിൽ എന്തോ ന്യൂസ് ഉണ്ടായിരുന്നു, ഇവിടെ ബയോ പ്ലാന്റ് എന്താണെന്ന് അറിഞ്ഞൂടെ അവർ തുടങ്ങാൻ പോകണം. അപ്പം നമ്മൾ ജൈവ പ്ലാന്റ് ഏതായാലും നമ്മൾ ഇനി ഇവിടെ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളാരും സമ്മതിക്കില്ല. കാരണം ജൈവ പ്ലാന്റ് എന്ന് പറയുമ്പോൾ പിന്നെ അവരതിന് വളം വേണമെന്ന് പറയും. വളം ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും അവരോട് കൊണ്ടുവരേണ്ടി വരും, ഡംപ് ചെയ്യും, പിന്നെ അതിനെ വളമാക്കണം. വീണ്ടും പഴയ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ എന്തായാലും ജനകീയ സമിതി എന്നാൽ നമ്മൾ സമരം വിജയിച്ചതിന് ശേഷം സുപ്രീം കോടതി അങ്ങനെ ഒരു ഓർഡർ ഇട്ടതിന് ശേഷം നമ്മളതിൻ്റെ വിജയാഘോഷമൊക്കെ കൊണ്ട് ആടിയതിന് ശേഷം നമ്മളിപ്പോൾ അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി ഇവിടെ എന്തെങ്കിലും, അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല ഈ ജൈവ പ്ലാന്റോ ജൈവ പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യം എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? മാലിന്യം ഇനിയിപ്പോൾ അവരവിടെ ചെയ്തതെന്ന് വെച്ചാൽ എന്തോ ടാർപ്പാളെന്തോ കൊണ്ട് അത് ഇതാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കതിനെ അന്ന് സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റേ ഹരിത ട്രൈബ്യൂണൽ ഓർഡറിലേക്ക് ഇതിനെല്ലാം എടുത്ത് മാറ്റണമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ അത് എടുത്ത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇത്രയും ജീർണിച്ച ഒരു സാധനം ഇവിടുന്ന് അവർക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളെ വീട്ടിലായാലും അഴുകി കിടക്കുന്ന ഒരു സാധനം നമ്മളെങ്ങനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റും? അപ്പോൾ അതെന്തായാലും പോസിബിൾ ആവാത്തൊരു കാര്യമാണ്. അതങ്ങനെ കിടന്ന് ഇനി ഭൂമിയിലോട്ട് ചേർന്ന് അത് പിന്നെ എവിടെ വായിച്ചത് കുറേ നാൾ കഴിയുമ്പോൾ അങ്ങനെ എക്സ്പ്ലോഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ നടന്ന എക്സ്പ്ലോഷൻ ഉണ്ടാവും എന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചറിഞ്ഞതാണ്. അങ്ങനെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തൽക്കാലം ഇപ്പം അതുകൊണ്ട് നമുക്കൊരു ഉപദ്രവമില്ല, നമ്മൾ വളരെ സ്വസ്ഥമായിട്ടാണ് ജീവിക്കുന്നത്. ഇതുമൂലം എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായ ആളുകളെയൊക്കെ അങ്ങനെ ആരെങ്കിലും തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു സാഹിബ് ആണോ? പിന്നെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു ചൊറിച്ചില്, പിന്നെ കൊതുക്, ഈച്ച, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഗ്ലാസ് ചായ കൊണ്ട് വെച്ചെന്നാൽ തന്നെ ഉടനെ എൻ്റെ പുറത്തൊരു 50 ഈച്ച വന്നിരിക്കുമായിരുന്നു. കാരണം ഇതുവഴിയാണ് ലോഡ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഇതുവഴി ലോഡ് പൊയ്ക്കൊണ്ടിരുന്നപ്പം എനിക്ക് വരെ എലിപ്പനി വന്നിട്ടുണ്ട്. ഞാനങ്ങനെ ഹോസ്പിറ്റലൈസ് ആയിരുന്നപ്പോൾ അവരെൻ്റെ കൂടെ ചോദിച്ചു, തൊഴിലുറപ്പ് പദ്ധതിക്ക് വല്ലതും പോകുന്നതാണോ, അങ്ങനെ വലിയ പണിക്ക്? അപ്പം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് സംഭവിച്ചെന്ന് നമ്മൾ ഈ കാലിൽ വിള്ളലുണ്ടാവുമല്ലോ. അപ്പം നമ്മളിങ്ങനെ ചെരുപ്പിടാതെ പോയി കഴിയണമെങ്കിൽ ഇതിൽ നിന്ന് ആ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ ഉണ്ടാവും വണ്ടി പോകുന്ന സമയത്ത്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമുക്കറിയാം ആ പോകുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് ഈച്ചകളാണ്. അപ്പോൾ ആ എക്സ്ക്രീഷൻ ഉണ്ടാവുന്നത് കൊണ്ട് അതിൽ നിന്നുള്ള ആ രോഗാണുക്കൾ കാരണമാണ് എനിക്ക് എലിപ്പനി ഉണ്ടായ ആ കാലിൻ്റെ വിള്ളലിൽ. സ്ഥിരമായ രോഗങ്ങളുണ്ടായ അങ്ങനെ ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ നമ്മൾ ആ ചവർക്കാട്ടിലെ ബാക്ക് സൈഡിലൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് സായിപ്പുണ്ട്. സായിപ്പിന്റെ കാലുകളൊക്കെ കാണുമ്പോൾ അറിയാം. കാരണം ഈ കൊതുവൊക്കെ വന്നിരുന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എൻ്റെ മോൻ്റെ അച്ഛനൊക്കെ അങ്ങനെ ആ സമയത്ത് വരുമായിരുന്നു. അത് പെട്ടെന്ന് തന്നെ പൊട്ടി ഒരുമാതിരി വ്രണം പോലെ. കാരണം ഈ അന്തരീക്ഷത്തിലൊക്കെ എൻ്റെ മാലിന്യത്തിൽ നിന്നുള്ള അണുക്കൾ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും. ഇപ്പോഴെങ്ങനെയാണ് ആളുകളുടെ ഒരു ജീവിതാവസ്ഥ? ഇപ്പോൾ ആൾക്കാരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മളിവിടെ ലാൻഡിന്റെ വിലയൊക്കെ കൂടിയിട്ടുണ്ട്. അതൊക്കെ വളരെ വെച്ചാൽ നമുക്കൊരു പ്രോപ്പർട്ടി